ജാമിയത്ത് ഉലമാ-ഇ ഹിന്ദ് ദേശീയ പ്രസിഡന്റും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനുമായ മൗലാന അർഷാദ് മദനി നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവനകൾ രാജ്യത്ത് വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഭീകരരെന്ന് മുദ്രകുത്തപ്പെട്ടവരുടെ കാര്യത്തിൽ നീതി നിഷേധം നടക്കുന്നുവെന്ന ധ്വനിയോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അൽ ഫലാഹ് സർവകലാശാലയുടെ ഉടമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വരുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമുദായം നേരിടുന്നെന്ന് അദ്ദേഹം ആരോപിക്കുന്ന വിവേചനങ്ങളെയും പൊതുസമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യ കുറവിനെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കകളാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത്. മൗലാന മദനിയുടെ പ്രസ്താവനയുടെ കാതൽ അൽ ഫലാഹ് സർവകലാശാലയുടെ ഉടമ നിലവിൽ ജയിലിലാണെന്ന വസ്തുത ഉയർത്തിക്കാട്ടുന്നതാണ്. അൽ ഫലാഹ് സർവകലാശാലയുടെ ഉടമ ജയിലിലാണ്. എത്ര കാലം അദ്ദേഹം അവിടെ തുടരുമെന്ന് ആർക്കും അറിയില്ല. കേസ് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തപ്പോൾ പോലും ഒരാളെ ജയിലിൽ അടയ്ക്കുന്ന ഈ നീതിന്യായ വ്യവസ്ഥ എന്താണ് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തികളോട് കൈക്കൊള്ളുന്ന നിലപാടുകളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടാതെ ദീർഘകാലം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ജാമ്യം കിട്ടാനുള്ള അവകാശം എന്ന നിയമപരമായ തത്വത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.